നിങ്ങളൊരു പെർഫെക്റ്റ് പാരൻ്റ് ആവാൻ ട്രൈ ചെയ്യേണ്ടതില്ല. ബിക്കോസ് പെർഫെക്ഷൻ്റെ ഒരു ഡെഫിനിഷൻ തന്നെ ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ പാരൻറ്റിങ്ങിന് അങ്ങനെ ഒരു യൂസർ മാനുവൽ ആയിട്ടല്ല പാരൻറ്റിങ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങുക അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു കറക്റ്റ് ഗൈഡ് നമുക്ക് കിട്ടും. പക്ഷേ പാരൻറ്റിങ്ങിന് അതില്ല. നമ്മളൊരു പാരൻറ്റ് ആവാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ബേബീനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ കൂടുതലായിട്ട് പിക്ചറൈസ് ചെയ്യുക ബേബിയുടെ സ്മെല്ല്, ബേബിയുടെ സ്മൈല്, ബേബിയുടെ സോഫ്റ്റ് സ്കിന്ന്, ഇതേപോലെയുള്ള ഫിലിമി മൊമെൻറ്റ്സ്, അതായത് പീസ്ഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരിക്കും. ബട്ട് റിയാലിറ്റിയിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഉറക്കം, നമുക്ക് അതുവരെ ഉണ്ടായിരുന്നുള്ള ഹാബിറ്റ്സ്, ഇതൊക്കെ മാറുകയാണ്. ഒരു ടൈനി ഹ്യൂമൻ അവിടെ നമ്മൾ ഇമോഷണലി ആൻഡ് ഫിസിക്കലി കംപ്ലീറ്റ്ലി നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരാൾ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ട്രെസ്സും പ്രഷറൊക്കെ നമുക്ക് ഉണ്ടാവും. ആൻഡ് അവിടെ നമ്മൾ ആരും പഠിപ്പിക്കുന്നില്ല ഈ സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ബേബീനെ ടേക്ക് കെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇമോഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ബേബി വളർന്നു വരുമ്പോഴുള്ള വാശി കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതൊന്നും നമുക്കറിയില്ല, നമുക്കാരും പറഞ്ഞും തരുന്നില്ല. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് സ്ട്രെസ് ഡെവലപ്പ് ആവുക അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻസ് ലൂസ് ആവുക എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് വി ആർ ഓൾ ഹ്യൂമൻ. അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു ബാഡ് പാരൻ്റ് ആണ്, എന്നെക്കൊണ്ട് ഇതിനൊന്നും സാധിക്കില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാലോചിച്ച് ഗിൽറ്റ് ആവരുത്. നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ആണ് വേണ്ടത്. ബിക്കോസ് പാരൻറ്റിങ്ങിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് അവർക്ക് ഫീഡ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ ക്ലോത്തിങ് ആൻഡ് സ്കൂളിങ് കൊടുക്കുക എന്നത് മാത്രമല്ല, നിങ്ങൾ ഇമോഷണലി സേഫ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് അവരെ റേസ് ചെയ്യുക എന്നതാണ്. നിങ്ങൾ ഓരോ പ്രാവശ്യം നിങ്ങൾ ഇമോഷൻസ് എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു എന്നത് കണ്ടാണ് കുട്ടികൾ അവരുടെ ഇമോഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പഠിക്കുന്നത്.